പാർട്ടിക്കൊടിയല്ല, തമിഴ്നാടിന്റെ ഭാവി മാറ്റിമറിക്കുന്ന കൊടിയാണ്. വെള്ളിത്തിരയിൽ പാവങ്ങളുടെ രക്ഷകനായി അവതരിക്കുന്ന ഇളയ ദളപതി ജീവിതത്തിലും രക്ഷകന്റെ കുപ്പായം എടുത്തണിയുകയാണ്. തമിഴക വെട്രി കഴകം എന്ന തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആദ്യ സമ്മേളനത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പതാക പുറത്തിറക്കിയിരിക്കുന്നു. തമിഴ്നാടിന്റെ ഭാവി മാറ്റിമറിക്കുന്ന കൊടിയെന്ന് വിജയ് പറയുമ്പോൾ താൻ പറയാതെ തന്നെ വീടുകളിലും ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങളിലും ഈ കൊടി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇളയ ദളപതി കൂട്ടിച്ചേർത്തു. நம்ம தமிழக வெற்றி கழகத்தினுடைய கொடியை இன்னைக்கு நான் அறிமுகப்படுத்தியிருக்கேன். இது எப்படி சொல்றதுன்னா ப்ரோ, அதாவது என் நெஞ்சில் குடியிருக்கும் என்னுடைய தோழர்களாகிய உங்க முன்னாடியும் சரி, என் நெஞ்சில் குடியிருக்கும் தமிழ்நாட்டு மக்கள் அனைவரும் அவங்க முன்னாடியும் சரி, இன்னைக்கு அந்த கொடியை அறிமுகப்படுத்துறதுல எனக்கு ரொம்ப ரொம்ப பெருமையா நினைக்கிறேன். இதுவரைக்கும் நாம நமக்காக உழைச்சோம். இனி வரப்போற இயர்ஸ்ல நம்மள ஒரு கட்சி ரீதியா நம்மளை தயார்படுத்திக்கிட்டு தமிழ்நாட்டுக்காகவும் தமிழ்நாட்டு மக்களின் உயர்வுக்காகவும் நம்ம எல்லாருமா சேர்ந்து உழைப்போம். இந்த புயலுக்கு பின் அமைதி, ஆர்ப்பரிப்பு, ஆரவாரம்னு நம்மளுடைய கொடிக்கு பின்னாடியும் ஒரு இன்ட்ரெஸ்டிங்கான ஒரு வரலாற்று குறிப்பு ஒன்று இருக்கு. அது என்னன்னு அதை நீங்க எல்லாம் ஒரு நாளுக்காக வெயிட் பண்ணிட்டு இருக்கீங்கன்னு சொன்னல, அன்னைக்கு நம்மளுடைய கொள்கைகள் என்ன, நம்மளுடைய செயல் திட்டங்கள் என்னன்னு சொல்லும் போது அன்னைக்கு இந்த கொடிக்கான விளக்கத்தையும் நாங்க சொல்றோம். அது வரைக்கும் ஒரு சந்தோஷமா, ஒரு கெத்தா நம்ம இதை ஏத்தி கொண்டாடுவோம். இது வெறும் நம்மளுடைய ஒரு கட்சிக்கான கொடியா மட்டும் இதை நான் பார்க்கலைங்க. தமிழ்நாட்டோட வருங்கால தலைமுறைக்கான ஒரு வெற்றிக்கான ஒரு கொடியா தான் நான் பார்க்கிறேன். இது உங்க இல்லத்துல, உங்க உள்ளத்துல இதெல்லாம் நான் சொல்லாமலே நீங்க ஏத்துவீங்கன்றது எனக்கு நல்லா தெரியும். பட் இருந்தாலும் அதுக்கான அந்த முறையான அந்த பெர்மிஷன்லாம் வாங்கிட்டு, அந்த ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ்லாம் ஃபாலோ பண்ணிட்டு, அனைவரிடமும் தோழமை பாராட்டி நம்ம இதை ஏற்றி கொண்டாடுவோம். சரிங்களா? அது வரைக்கும் கான்ஃபிடென்ட்டா இருங்க. நல்லதே நடக்கும். வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை நன்றி, வணக்கம். ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള നടന്റെ രാഷ്ട്രീയ പാർട്ടി ബ്ലോക്ക് ബസ്റ്റർ ആകുമോ എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് തെന്നിന്ത്യൻ രാഷ്ട്രീയം. സിനിമയിലെ നായകന്മാർ രാഷ്ട്രീയ വേഷമിടുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിന് പുതുമയുള്ള കാഴ്ചയേ അല്ല. തമിഴ് രാഷ്ട്രീയത്തിൽ മാസ് എൻട്രികൾ നടത്തിയ 10 താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത് MGR. മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ എന്ന MGR 3 തവണ തുടർച്ചയായി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ്. നടൻ, രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം തമിഴ് മക്കൾക്ക് അദ്ദേഹം ദൈവം തന്നെയായിരുന്നു. സിനിമ മനുഷ്യനെ ഇത്രത്തോളം സ്വാധീനിക്കുമോ എന്ന് ലോകത്തെ തോന്നിപ്പിച്ച വ്യക്തിത്വം. 1977 ജൂൺ മുതൽ 1987 വരെ അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തുടർന്നു. കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ തമിഴ്നാട് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MGR 1972 അണ്ണാദുരൈയുടെ മരണശേഷം ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMK രൂപീകരിച്ചു. അത് പിന്നീട് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ ദേശീയ തലത്തിലുള്ള പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് താലൂക്കിലെ വടവന്നൂർ ഗ്രാമത്തിൽ ഗോപാലമേനോന്റെയും മരുതൂർ സത്യഭാമയുടെയും പുത്രനായി ജനിച്ച MG രാമചന്ദ്രൻ തമിഴകത്തിന്റെ പൊതുവികാരമായി മാറുകയായിരുന്നു. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, ഭരണാധികാരി എന്നിങ്ങനെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എപ്പോഴും ഒരു നാടിന്റെ ഉള്ളം തൊട്ടറിഞ്ഞു ജീവിച്ചു MGR.
ജയലളിത. പുരട്ചി തലൈവർ എംജിആറിന്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലെത്തിയ ജയലളിത പുരട്ചി തലൈവിയായി മാറുകയായിരുന്നു. 6 തവണ തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലെത്തി. 1960കളിൽ ബാലതാരമായി സിനിമയിലെത്തിയ ജയലളിതയ്ക്ക് 1965ലാണ് വെള്ളിത്തിരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത്. എംജിആറിന്റെ കൈപിടിച്ച് 1982ലാണ് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ശേഷം AIDMKയിൽ ചേർന്ന ജയലളിത എംജിആറിന്റെ മരണശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. ഒരു ഘട്ടത്തിൽ കേന്ദ്രഭരണം വരെ നിയന്ത്രിക്കുന്ന വനിതയായി മാറിയിരുന്നു അവർ. 1998ൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാരുണ്ടാക്കാൻ വാജ്പേയി അവകാശവാദം ഉന്നയിച്ചില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ച ബാൽ താക്കറെയോട് വാജ്പേയി പറഞ്ഞു, "ദ ലവ് ലെറ്റർ ഹാസ് നോട്ട് കം ഫ്രം ചെന്നൈ." തമിഴ്നാട്ടിൽ നിന്നുള്ള പിന്തുണ വന്നിട്ടില്ല. പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ജയലളിത NDA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്നാൽ ആ ബന്ധം അധികകാലം പോയില്ല. 13 മാസത്തിനപ്പുറം കരുണാനിധി നൽകിയ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അടക്കമുള്ള അഴിമതി കേസുകൾ റദ്ദാക്കാത്തതിനാലും തമിഴ്നാട്ടിലെ DMK സർക്കാർ പിരിച്ചുവിടാത്തതിനാലും AIDMK കേന്ദ്ര സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചു. അവിശ്വാസ പ്രമേയത്തെ നേരിട്ട സർക്കാർ ഒരു വോട്ടിന് പരാജയപ്പെട്ടു. വാജ്പേയി സർക്കാർ വീണു എന്നതാണ് ചരിത്രം. മരണത്തിൽ പോലും ദുരൂഹത തുടരുന്നുണ്ടെങ്കിലും തമിഴ് മക്കൾക്ക് അമ്മയാണ് ജയലളിത. വിജയകാന്ത്. അനീതിക്കും അസമത്വത്തിനുമെതിരെ സ്ക്രീനിൽ പോരാടിയ നായകൻ. മധുര സ്വദേശി വിജയരാജ് അഴകർ സ്വാമി തമിഴകത്തിന്റെ ക്യാപ്റ്റൻ വിജയകാന്തായി മാറിയത് സാധാരണക്കാരന്റെ പ്രതിരൂപമായി സ്ക്രീനിൽ നിന്നുകൊണ്ടാണ്. 1979ൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് വിജയകാന്ത് വെള്ളിത്തിരയിൽ മുഖം കാണിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യർ വെള്ളിത്തിരയിൽ അവരുടെ രക്ഷകനെ കണ്ടത് അതിനു മുമ്പ് MGRലായിരുന്നു, പിന്നീട് വിജയകാന്തിലൂടെയും. അതുകൊണ്ട് തന്നെ ആരാധകർ വിജയകാന്തിനെ കറുത്ത MGR എന്ന് വിളിച്ചു. രാഷ്ട്രീയത്തിലും MGRന്റെ പിൻഗാമിയാകാൻ നോക്കിയെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് കാലിടറി. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരുന്നു. തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. നെപ്പോളിയൻ. കുമരേശൻ ദുരൈസ്വാമി എന്ന നെപ്പോളിയൻ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഇംഗ്ലീഷ് ചിത്രങ്ങളിൽ സാന്നിധ്യമറിയിച്ച നടനാണ്. മുണ്ടക്കൽ ശേഖരനായി മലയാള സിനിമാ പ്രേക്ഷക മനസ്സിൽ കസേര വലിച്ചിട്ടിരുന്ന താരം. 1991ലാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഇറങ്ങുന്നത്. ഹോളിവുഡ് വരെ തന്റെ കലാപ്രകടനം കാഴ്ചവെക്കാൻ നെപ്പോളിയനായി. പിന്നീട് അദ്ദേഹം DMKയിൽ ചേർന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് സാമൂഹിക നീതി വകുപ്പ് സഹമന്ത്രിയായിരുന്നു നെപ്പോളിയൻ. 2009 മുതൽ 2013 വരെയാണ് അദ്ദേഹം ഈ പദവി വഹിച്ചത്. 2001 മുതൽ 2006 വരെ നിയമസഭയിലും അംഗമായിരുന്നു. എന്നാൽ 2015ൽ അദ്ദേഹം DMK വിട്ട് BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. കമൽഹാസൻ. ഉലക നായകൻ കമൽഹാസൻ 2018ലാണ് തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. മക്കൾ നീതി മയ്യം എന്ന അദ്ദേഹത്തിന്റെ പാർട്ടി ജന്മനാടായ രാമനാഥപുരത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് പ്രഖ്യാപിച്ചത്. താൻ നേതാവല്ല, ജനങ്ങളിൽ ഒരാളെന്നായിരുന്നു കമലിന്റെ പ്രഖ്യാപനം. രജനീകാന്തിന് മുൻപേ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തി വേറിട്ട രാഷ്ട്രീയ ശൈലിയും നിലപാടുകളും വ്യക്തമാക്കാനായിരുന്നു കമലിന്റെ ശ്രമം. 1960കളിൽ ബാലതാരമായി സിനിമയിലെത്തിയ കമൽഹാസൻ രാഷ്ട്രീയവും സിനിമയും ഒരുപോലെ കൊണ്ടുപോവുകയാണ്. ശിവാജി ഗണേശൻ. 1988ൽ തമിഴക മുന്നേറ്റ മുന്നണി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയായിരുന്നു നടികർ തിലകം ശിവാജി ഗണേശൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന ചരിത്രയുദ്ധ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രശസ്തനായ താരം DMKയിലൂടെയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. 1949ൽ CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ DMK രൂപീകരിച്ചപ്പോൾ ശിവാജി ഗണേശനും പാർട്ടിയുടെ പ്രധാന മുഖമായി മാറി. 1956 വരെ DMK അദ്ദേഹം പിന്തുണച്ചിരുന്നു. 1988ൽ തമിഴക മുന്നേറ്റ മുന്നണി രൂപീകരിച്ച് സ്വന്തം ഇടം രാഷ്ട്രീയത്തിൽ കണ്ടെത്താൻ നോക്കിയെങ്കിലും ശോഭിക്കാൻ അദ്ദേഹത്തിനായില്ല. R. ശരത് കുമാർ. 2007 ഓഗസ്റ്റ് 31ലാണ് നടൻ ശരത് കുമാർ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കച്ചി എന്ന തന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. 2011ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം AIDMKയുമായി സഖ്യത്തിലാവുകയും തന്റെ പാർട്ടിക്ക് 2 സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2024ൽ അദ്ദേഹത്തിന്റെ പാർട്ടി BJPയിൽ ലയിച്ചു.
രാമരാജൻ. വെള്ളിത്തിരയിൽ നിന്നും തമിഴ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ താരങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന നടനാണ് രാമരാജൻ. മുൻ ലോക്സഭാംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1998 തിരുച്ചെന്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ AIDMK സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അദ്ദേഹം 12ാം ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തു. ടി രാജേന്ദർ. സംവിധായകനായും നടനായും തന്റെ കഴിവ് തെളിയിച്ചയാളാണ് ടി രാജേന്ദർ. ഓൾ ഇന്ത്യ ലച്ചിയ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ തമിഴ് രാഷ്ട്രീയത്തിലും അദ്ദേഹം തന്റേതായ ഇടം കണ്ടെത്തി. 1991 DMK-യിൽ നിന്ന് പുറത്തുപോയ രാജേന്ദർ ത്യാഗ മറുമലർച്ചി കഴകം അഥവാ TMK പാർട്ടിക്ക് രൂപം നൽകി. 1996 വൈക്കോ DMK-യിൽ നിന്ന് പുറത്തുപോയി മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതോടെ രാജേന്ദറിന്റെ പാർട്ടിയായ TMK വീണ്ടും DMK-യുമായി ലയിക്കുകയായിരുന്നു. ഉദയനിധി സ്റ്റാലിൻ. കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പാത പിന്തുടർന്നാണ് നടനും സംവിധായകനുമായ ഉദയനിധി സ്റ്റാലിൻ രാഷ്ട്രീയത്തിലെത്തുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനായ ഉദയനിധി നിലവിൽ യുവജനക്ഷേമ കായിക വകുപ്പുകളുടെ മന്ത്രിയാണ്. കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ MK സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയിരുന്നു. സ്റ്റാലിന്റെ വഴിയിൽ തന്നെ ഉദയനിധിക്കും ഉപമുഖ്യമന്ത്രിയാകാൻ അവസരം ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK-ക്ക് വ്യക്തമായ വിജയം നേടിക്കൊടുക്കുന്നതിൽ ഉദയനിധി സ്റ്റാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. രാഷ്ട്രീയത്തിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മുഖമായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റേത്. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പിന്മാറ്റം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമെന്നാണ് വിശദീകരണമെങ്കിലും പിന്മാറിയതിൽ കടുത്ത നിരാശയുണ്ടെന്നും തന്നോട് ക്ഷമിക്കണമെന്നും അറിയിച്ചായിരുന്നു പിന്മാറ്റം. വെള്ളിത്തിരയിൽ നിന്നെത്തി തമിഴ് രാഷ്ട്രീയത്തിന്റെ കാവലാൾ ആകാൻ ആർക്ക് കഴിയുമെന്ന് ഇനി കാത്തിരുന്ന് കാണാം.